തിരുവനന്തപുരത്തെ അക്കാമച്ചെറിയാൻ പാർക്ക് ആകെ മാലിന്യം നിറഞ്ഞ കാട് പിടിച്ച് കിടക്കുന്നത് നമ്മൾ ഇന്നലെ ഇതേ സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ അതിലൊന്ന് ഇടപെടുമോ എന്ന് നമ്മൾ നമ്മുടെ മേയറോട് ചോദിക്കുകയും ചെയ്തിരുന്നു. കോർപ്പറേഷൻ അതിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. നഗരസഭയുടെ നേതൃത്വത്തിൽ കാട് വെട്ടിമാറ്റി മാലിന്യം നീക്കിയിട്ടുമുണ്ട്. ഇതാകണം നടപടി. റിപ്പോർട്ടർ ഇമ്പാക്ട് സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ, ഇനിയിപ്പോൾ ഒന്ന് അവിടെയൊക്കെ നിന്ന് തളർന്നു കഴിഞ്ഞാൽ കയറിയിരിക്കാൻ പാകത്തിലായോ പാർക്ക്? ശരിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് ശേഷം അങ്ങോട്ട് മുഴുവൻ കാടായിരുന്നു. പക്ഷേ നമുക്കൊന്ന് ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ കാണാൻ പറ്റും. ഇപ്പോൾ കാടെല്ലാം വെട്ടിത്തെളിച്ചിട്ടുണ്ട്, വേസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭാഗത്തൊന്നും നമുക്ക് ഇന്നലെ വരാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇതാ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അവിടെ ഇരിക്കാൻ കഴിയുന്ന സ്ഥലം, അവിടെ കളിക്കാനുള്ള കളിക്കളങ്ങൾ, അതെല്ലാം തന്നെ ഇവിടെ നമുക്ക് ഈ ഗ്രൗണ്ട്, ഈ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും ഇപ്പോൾ ഇവിടുത്തെ കാടെല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ അരികിൽ വശങ്ങളിലെല്ലാം തന്നെ മാലിന്യം തള്ളുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട്. മാലിന്യമെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സുജയ നമ്മൾ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഈ വഴി റോഡിലൂടെ പോവുകയാണെങ്കിലും ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നിയാൽ അക്കാമച്ചെറിയാൻ പാർക്കിലേക്ക് കയറി വന്ന് ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കണമെന്ന് തോന്നിയാൽ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടാനും കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ അക്കാമച്ചെറിയാൻ പ്രതിമയ്ക്ക് മുകളിലും മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ വളർന്നു തുടങ്ങി, ചെടികളൊക്കെ വളർന്നു തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതും പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇത് എല്ലാ രീതിയിലും മാറ്റിക്കൊണ്ട് പാർക്ക് ഒരു ഭംഗിയുള്ള ഒരു ഇടമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ വാർത്ത കൊടുത്ത് ആ ഒരു രാത്രി മാറി വരുമെന്ന് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും മേയർ ഇടപെട്ടു, കോർപ്പറേഷൻ ഇടപെട്ടു, അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പാമ്പ് കയറില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. അതെന്തായാലും കോർപ്പറേഷൻ കണ്ടുവെന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ശുഷ്കാന്തി ഉണ്ടായത് നമ്മുടെ ആ അവിടേക്കുള്ള വരവും ആ ദൃശ്യങ്ങളും കൂടിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ, അല്ലേ സുനിഷ? ആരെങ്കിലും വിളിച്ചിരുന്നോ കോർപ്പറേഷനിൽ നിന്ന്? ഉറപ്പായിട്ടും സുജയ, അങ്ങനെ തന്നെ നമുക്ക്, അതായത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മേയർ തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു ഇതിൻ്റെ മറ്റ് ക്ലീനിങ് വർക്കൊക്കെ തന്നെയും നടത്തുകയാണ് എന്നുള്ളത് മേയർ തന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത നൽകിയതിന് ശേഷമാണ് കൃത്യമായി എത്രത്തോളം ഇവിടെ കാടും വേസ്റ്റും ഒക്കെ ഉണ്ട് എന്നുള്ളത് പുറത്തേക്ക് അറിയുന്നത് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു പാർക്ക് എന്ന് കരുതി ആരും ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്നൊരു സ്ഥിതിയായിരുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ കാട് കണ്ട് തിരിച്ചിറങ്ങുന്നൊരു സ്ഥിതിയുമായിരുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ കൃത്യമായി ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് പിന്നാലെ അതിലൊരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രാവിലെ തന്നെ എത്തി കാടൊക്കെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ സുജി നമുക്ക് കാണാൻ പറ്റും ഊഞ്ഞാലും അതൊക്കെ ഉണ്ട് അവിടെയൊക്കെ കുട്ടികൾക്ക് ഇനി വരുന്നതിൽ ഊഞ്ഞാൽ ആടാൻ പറ്റുന്ന തരത്തിൽ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ചെളിയിൽ ചവിട്ടാതെ. എന്തായാലും സുനിഷയായിട്ട് ഇടപെട്ട് വൃത്തിയാക്കിച്ച പാർക്കാണ് അക്കാമച്ചെറിയാൻ പാർക്കിലെ. അപ്പോൾ ആദ്യത്തെ ഊഞ്ഞാലാട്ടം സുനിഷയുടെ വക ആയിക്കോട്ടെ. അപ്പോൾ കൂടുതൽ പേർ ഇതൊക്കെ കണ്ട് ഈ വാരാന്ത്യത്തിൽ അവിടേക്ക് എത്തട്ടെ. അപ്പോൾ നല്ലൊരു സായനമാകട്ടെ സുനിഷ. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമുക്ക് വീണ്ടും ഇടപെടാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇടപെട്ട വിഷയത്തിന് ഇന്ന് പരിഹാരമായി. ഇനിയും നമ്മൾ ഇങ്ങനെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതൊക്കെ പരിഹരിക്കുന്നത് വരെ അധികൃതർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇടപെടാതിരിക്കുന്നത്, അല്ലേ?